മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ നിലയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിനെല്ലാം മഹത്വവും കരയിട്ടുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നമുക്ക് ഒന്നിച്ച് കഴിഞ്ഞ ചില ആഴ്ചകളായി നമുക്ക് ഒന്നിച്ച് ഈ നിലയിൽ കൂടി വരുവാനും വചനം പഠിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിച്ചു. അതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും. കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച മുതൽ നാം സിസ്റ്റമാറ്റിക് തിയോളജി അഥവാ വേദപുസ്തക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം നാം ആരംഭിച്ചിരുന്നു. ബിബ്ലിയോളജി, വേദപുസ്തക ശാസ്ത്രം, രണ്ട് ദൈവശാസ്ത്രം, പിതാവായ ദൈവത്തെ കുറിച്ച് പ്രധാനമായും ദൈവശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നമ്മെ സഹായിച്ച് പഠിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. ഈ ആഴ്ചയിൽ അതിന്റെ തുടർ പഠനം എന്ന നിലയിൽ അതിന്റെ തൊട്ടടുത്ത് 10 ബ്രാഞ്ചസ്, ആദ്യം 10 ശാഖകൾ എന്ന നിലയിൽ ആദ്യം സിബിച്ചായൻ ആ കാര്യങ്ങൾ വിവരിച്ചിരുന്നുവല്ലോ. ആ നിലയിൽ ഓർഡർ അനുസരിച്ച് വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് വേദപുസ്തക ശാസ്ത്രം, അത് നാം കണ്ടു കഴിഞ്ഞു. 2 ദൈവശാസ്ത്രമായിരുന്നു, അത് നാം കണ്ടു കഴിഞ്ഞു. എല്ലാം ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ഈ പഠനമൊക്കെ ഈ ഓരോ വിഷയവുമൊക്കെ ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ച് തീർക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ട്, വളരെ ലളിതവും ലഘുവായിട്ടാണ് നാം ഇവിടെ ആ ക്ലാസ്സുകൾ പഠിക്കുന്നത്. അതുകൊണ്ട് നാം പഠിക്കുമ്പോൾ ഇത് പൂർത്തിയായി എന്നല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പഠനത്തിൽ, ഈ വിഷയങ്ങളുള്ള പഠനത്തിൽ നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിലും വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇവിടെ പഠിക്കുന്നത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രമേ നാം ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് ക്രിസ്തു ശാസ്ത്രം, ഇംഗ്ലീഷിൽ ക്രിസ്റ്റോളജി അഥവാ ക്രിസ്തു ശാസ്ത്രമാണ് നാം ഇന്ന് രാത്രി മുതൽ പഠനം ആരംഭിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. സുബിജാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇതിന്റെ നോട്ടുകൾ നാളെ രാവിലെ, ഇന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ ക്ലാസിന്റെ നോട്ടുകൾ നാളെ രാവിലെ വാട്സപ്പിൽ യഥാക്രമം ദൈവം അനുവദിക്കുന്നെങ്കിൽ നൽകുന്നതായിരിക്കും. അത് മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ചില വാക്യങ്ങളും എല്ലാം സ്ക്രീനിൽ തന്നെ കാണിക്കുവാൻ ഞാൻ ശ്രമിക്കാം. അതുകൊണ്ട് മൊബൈൽ ഫോണാണ് നിങ്ങളിൽ മിക്കവരും ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ സ്ക്രീനിൽ ഈ വാക്യങ്ങളൊക്കെ തെളിഞ്ഞു കാണുന്നു എന്ന് എനിക്ക് അല്പം ആശങ്കയുണ്ട്. എങ്കിലും വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും കാണുവാൻ കഴിയുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓക്കെ, നാം പഠിക്കുന്ന വിഷയം മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്തു ശാസ്ത്രം എന്നുള്ളതാണ്, അഥവാ ക്രിസ്റ്റോളജി എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്താണ് ഈ ക്രിസ്റ്റോളജിയിൽ നാം പഠിക്കുവാൻ പോകുന്നത്? നമ്മൾ ഒരുപക്ഷെ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ വലിയ ഏതാണ്ട് സംഭവമാണെന്ന് തോന്നുമെങ്കിലും വളരെ സംഭവമാണ്, വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. എന്നാൽ ലളിതമായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഒന്ന് പരിശോധിച്ചിട്ട് യേശുക്രിസ്തു എന്ന വ്യക്തിയെ പരിശോധിക്കുന്നു, ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ക്രിസ്തു ശാസ്ത്രം അഥവാ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. അവിടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്. 16-ാം അധ്യായം, മത്തായി 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? കർത്താവ് അവരോട് ചോദിക്കുക, എന്താണ് ആളുകൾ, ഈ പുറത്തുള്ള ലോകക്കാര്, അന്ന് കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത്, ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവിനെ നോക്കിക്കൊണ്ട് അവരെന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലാണ്. ആ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ നൽകുന്ന ഉത്തരങ്ങൾ നമുക്ക് കാണാം. അവര് പറഞ്ഞു, ചിലര് കർത്താവിനെ നോക്കിയിട്ട് പറയുന്നു കർത്താവ് യോഹന്നാൻ സ്നാപകനാണെന്ന് ചിലർ പറയുന്നു എന്ന് പറഞ്ഞു. ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ 14-ാം വാക്യത്തിലാണ്. യോഹന്നാൻ സ്നാപകനെ നോക്കിക്കൊണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷെ ക്രിസ്തു ആയിരിക്കുമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾക്ക് പരിചിതമാണത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ജനം കാത്തുനിന്നു. ഇനി യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവർ പറയുകയാണ്, അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ആ വാക്യം അങ്ങനെയാ. അപ്പോൾ ജനങ്ങൾ ഈ യോഹന്നാൻ സ്നാപകനെ നോക്കിയിട്ട് പറഞ്ഞു ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ
യേശുക്രിസ്തു ആയിരിക്കാം എന്ന് പറഞ്ഞു. ഇനി ഈ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് ചില ആളുകൾ പറയുക യോഹന്നാൻ സ്നാപകനായിരിക്കുമെന്ന്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ആ സമയത്ത് പറയുകയാണ് യോഹന്നാൻ സ്നാപകനായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ജനം അങ്ങനെ പറയുന്നു. രണ്ടാമതായിട്ട് ചിലർ ഏലിയാവെന്ന് പറയും. എന്തുകൊണ്ടായിരിക്കാം ഏലിയാവെന്ന് പറഞ്ഞു എന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയാം, അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ട് ഇവർ ചിന്തിച്ചു, അവർക്കറിയാവുന്ന ന്യായപ്രമാണ പ്രകാരം ഒക്കെ ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഏലിയാവൊക്കെ അല്ലേ, ഏലിയാവ് വളരെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഏലിയാവാണ് എന്ന് ചിന്തിച്ചു. മറ്റു ചിലർ ഇരമ്യാവ് എന്ന് ചിന്തിച്ചു. അതിന്റെ കാരണം ഇരമ്യാവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ ജീവിതവും വെച്ച് താരതമ്യം ചെയ്തപ്പോൾ ചില സാമ്യമുണ്ടായിരുന്നു. ഇരമ്യാവ് നമുക്കറിയാം ഒരു പ്രവാചകനായിരുന്നു. ഈ ഇരമ്യ പ്രവാചകനെ കുറിച്ച് പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് കരയുന്ന പ്രവാചകൻ എന്നാണ്, കരയുന്ന പ്രവാചകൻ. അപ്പോൾ ഇരമ്യ പ്രവാചകനെ പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവും ഇവിടെ നമുക്കറിയാം ഈ ജനത്തെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥ, അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് കരയുന്നത് നമുക്കറിയാം. ഇവരുടെ വീഴ്ചയെക്കുറിച്ചും വരുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കർത്താവ്. അപ്പം ചില ആളുകൾ കർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇരമ്യാവായിരിക്കും യേശുക്രിസ്തു എന്ന് പറഞ്ഞു. മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുത്തൻ. കർത്താവ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ ജനത്തോട് അറിയിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഒരുപക്ഷെ ഒരു പ്രവാചകനായിരിക്കും യേശുക്രിസ്തു എന്ന്. ഇനി ഇതിനുശേഷം ഈ ഉത്തരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അതൊക്കെ ശരി, അതൊക്കെ ശരി, എന്നാൽ നിങ്ങൾ പറ ഞാൻ ആരാ? ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, ജനങ്ങൾ എന്ത് പറയുന്നു? അവർ പറയുന്നു ഏലിയാവെന്ന് പറയുന്നു, ഇരമ്യാവെന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരുത്തെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്നാ ശരി, കർത്താവ് പറയാ എനിക്ക് അതൊന്നുമല്ല അറിയേണ്ടത്. ഈ ജഡരക്തങ്ങളോട് കൂടി ആളുകൾ പറയുന്നത്, സാധാരണ ആളുകൾ പറയുന്നതൊന്നുമല്ല. എന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുക, എന്നാൽ നിങ്ങള് എന്നെ ആരെന്ന് പറയുന്നു? ഇന്ന് രാത്രിയിൽ ഈ പഠനത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നതും കർത്താവിന്റെ ഈ ചോദ്യം തന്നെയാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവ് ഈ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ച പോലെ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്ന കാര്യം ഇതാ. അനേക ആളുകൾക്ക് അനേക കാര്യങ്ങളിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ക്രിസ്തുവിന്റെ പിൻഗാമികളായിരിക്കുന്ന, യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം ഈ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്? എത്രത്തോളം നമുക്ക് ഈ കർത്താവിനെ അറിയാം, അല്ലെങ്കിൽ നാം എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. ശിഷ്യന്മാർ അതിനുള്ള ഉത്തരം എന്താണ് നൽകിയത്? ശിമോൻ പത്രോസ് അതിന് ഉത്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. തൊട്ടടുത്ത വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് നീ നിന്റെ ബുദ്ധിയിൽ നിന്ന് പറഞ്ഞതല്ല, ഇത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി നൽകിയതാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ നാം ഒന്നിച്ചു കൂടി വന്നിരിക്കുമ്പോൾ, ഈ വചന പഠനത്തിലായിരിക്കുമ്പോൾ, ദൈവം ഈ വലിയ യാഥാർത്ഥ്യം അറിയുവാൻ നമ്മെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പഠനത്തിന്റെ ആമുഖം എന്ന നിലയിൽ നാം ആരംഭിക്കുന്നത് ഇങ്ങനെ, നാം കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യത്തോടുകൂടി നിങ്ങളോ എന്നെ യാർ എന്ന് പറയുന്നു. ഇതാണ് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ. ഇനി പഠനത്തിന്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നാം കർത്താവിന്റെ ചില നാമങ്ങളൊക്കെ പഠിക്കുകയും അതിന്റെ അർത്ഥങ്ങളൊക്കെ നാം നോക്കുന്നതാണ്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷിക്തൻ. അത് നമുക്ക് പരിചിതമാണല്ലോ. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും 3 കൂട്ടം ആളുകളെയാണ് അഭിഷേകം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അഭിഷേകം ആവശ്യമായിരിക്കുന്ന 3 കൂട്ടം ആളുകളാണ്. അതിൽ ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. രാജാവിനെ നാം വായിക്കുന്നത്, ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് നാം വായിക്കുന്നുണ്ട്. ശൗലിനെ ശമൂവേല് രാജാവായി അഭിഷേകം ചെയ്യുന്നതായി വായിക്കുന്നു. അപ്പോൾ രാജാവാകണമെങ്കിൽ അവൻ അഭിഷേകം ചെയ്യപ്പെടണം. 2, പുരോഹിതന്മാര് അഭിഷേകം ചെയ്യപ്പെടണം. 3, പ്രവാചകൻ ആകണമെങ്കിൽ പ്രവാചകന്മാർ അഭിഷേകം ചെയ്യപ്പെടണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോഴും നമ്മുടെ കർത്താവ് രാജാവാണ്, നമ്മുടെ കർത്താവ് മഹാപുരോഹിതനാണ്, നമ്മുടെ കർത്താവ് പ്രവാചകൻ എന്ന നിലയിലും പ്രവാചകനാണ്. അപ്പോൾ കർത്താവിനെ കുറിച്ച് വിളിച്ചിരിക്കുന്ന പേര് അഭിഷിക്തൻ എന്നാണ്. അതിനെക്കുറിച്ച് ആഴമായിട്ട് വരുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ ചിന്തിക്കാം. ഞാൻ ഇതിന്റെ ഈ കാര്യം ഒന്ന് ഓർമ്മയിലിരിക്കുക. ഇതറിയാവുന്ന കാര്യം തന്നെയാണ്. ക്രിസ്തു
എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ, അഭിഷിക്തൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതൊരു വലിയ തെറ്റിദ്ധാരണയൊന്നുമല്ല. ചില ആളുകൾ ചിന്തിച്ചേക്കാം, പ്രത്യേകിച്ച് കത്തോലിക്കലൊക്കെ ചെല്ലുമ്പോൾ ഈശോ മിശിഹ എന്നൊക്കെ വാക്കുകൾ കേൾക്കാറുണ്ട്. ഈശോ മിശിഹ, ക്രിസ്തു എന്നതും മിശിഹ എന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? മിശിഹ ഒരു പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണയൊക്കെ വന്നേക്കാം. എന്നാൽ അത് വളരെ ലളിതമാണ്. അതിന്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ക്രിസ്തു എന്ന വാക്ക് അത് യവന ഭാഷയാണ്. എന്നാൽ മിശിഹ എന്ന വാക്ക് മിശിഹ എന്ന വാക്ക് അത് എബ്രായ ഭാഷയാണ്, മെസ്സയ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രിസ്തുവും മിശിഹ എന്ന വാക്കും തമ്മിൽ വ്യത്യാസം. ക്രിസ്തു എന്ന വാക്ക് യവന ഭാഷയിലാണ്. മിശിഹ എന്ന വാക്ക് അത് എബ്രായ ഭാഷയാണ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ പഠനത്തിന്റെ ആദ്യത്തെ ഒരു ടൈറ്റിലേക്കാണ്, ഹെഡിങ്ങിലേക്കാണ് നാം കടന്നു വരുന്നത്. ക്രിസ്തുവിന്റെ ജഡാവതാരം, ദി ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്രിസ്തുവിന്റെ ജഡാവതാരം. ഇപ്പോൾ ആമുഖ ക്ലാസ്സിൽ ഞാൻ വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ യേശു ക്രിസ്തു ആരാണ് എന്നത് പത്രോസ് പറഞ്ഞ ഉത്തരം, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം, മിശിഹയും ക്രിസ്തുവും ആ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ. ഓക്കെ, ഇനി നമുക്ക് ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജഡാവതാരം എന്താണ് എന്ന് ചോദിക്കാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നുവല്ലോ. എന്താണ് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജഡാവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പ്ലസ് കാർണൽ അല്ലെങ്കിൽ ഓർ ഫ്ലഷ് എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷിൽ ചേർത്തിരിക്കുന്നതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കാർണൽ എന്ന് പറഞ്ഞാൽ ജഡം അല്ലെങ്കിൽ ഫ്ലഷ് തെറ്റിപ്പോയതാണ് അടിച്ചത്, ഫ്ലഷ് അല്ല, ഫ്ലഷ് എന്നാണ്. ഓക്കെ, അപ്പൊ ജഡത്തിലാവുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തു അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ് ജഡത്തിലായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നതാണ് ഇൻകാർണേഷൻ അഥവാ ക്രിസ്തുവിന്റെ ജഡാവതാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി അത് പറഞ്ഞതിന് ശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ വചനം ജഡമായി തീർന്നു. അപ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കണ്ടു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നാം കണ്ടു. 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ വചനം ജഡമായി തീർന്നു. ദൈവമായിരുന്നു എന്ന് നാം വചനം ദൈവമായിരുന്നു എന്ന് വായിച്ചിട്ട് ദൈവം ജഡമായി തീർന്നു, ജഡത്തിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മറ്റൊരു വാക്യം കൂടെ അത് തന്നെ തെളിയിക്കുന്ന മറ്റൊരു വാക്യം, തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ബൈബിള് കരങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് ബൈബിളും നോക്കാം. ഇനി ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ രേഖപ്പെടുത്തിയും വെക്കാം. ഞാനത് സ്ക്രീനിൽ ഉള്ളത് കൊണ്ട് വേഗത്തിൽ ഒന്ന് വായിക്കാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അത് ആ വാക്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. ഇൻകാർണേഷൻ അഥവാ ജഡാവതാരം, ക്രിസ്തുവിന്റെ ജഡാവതാരം എന്നുള്ളത് ഈ 3-ാം അധ്യായം 1 തിമോഥെയോസ് 3:16 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇനി ആ വാക്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോവുക, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുക ഇതൊരു മർമ്മമാണ്. ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു സംഗതി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈ ജഡാവതാരം എന്നൊക്കെ പറയുമ്പോൾ നാം ഇങ്ങനെ ചോദിക്കുക, ഇനി എങ്ങനെ യേശു ക്രിസ്തു ജഡാവതാരം ധരിച്ചത്? നമുക്കറിയാം, കന്യകയിലൂടെ വെർജിൻ ബർത്ത് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കന്യകയിലൂടെ കർത്താവ് ജനിച്ചു എന്ന് നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ, മാനുഷിക ബുദ്ധിയെ ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഇതൊരു മർമ്മവും നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം, നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യം, ദൈവം മനുഷ്യനായി ജഡത്തിൽ അവതരിച്ചു. മുന്നോട്ട് വരാം. എന്താണ് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ ലക്ഷ്യങ്ങൾ? വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് യേശു ക്രിസ്തു, എന്തിനാണ് യേശു ക്രിസ്തു ഇങ്ങനെ ദൈവമായിരുന്നവൻ മനുഷ്യനായി ജഡം സ്വീകരിച്ച്
ഭൂമിയിലേക്ക് വന്നത്. ഒരു 7 കാരണങ്ങൾ മാത്രം ഇന്ന് രാത്രിയിലെ സമയത്തിന്റെ പരിധി കൊണ്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ അർത്ഥാൽ ദൈവമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ 7 കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി യേശു ക്രിസ്തു എന്തിനാണ് മനുഷ്യനായി ജഡാവതാരം ധരിച്ചത്? ഒന്ന്, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ അതിന്റെ കാരണം അല്ലെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വായിക്കുന്നു, no one has ever seen God. അവിടെയാണ് ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ പറയുകയാണ്, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അഥവാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ജഡാവതാരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവത്തെ നാം കണ്ടിട്ടില്ല. യോഹന്നാൻ അവിടെ പറയുന്നത് ഇങ്ങനെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പുത്രൻ വെളിപ്പെടുത്തി. നമുക്കറിയാത്ത ദൈവത്തെ പുത്രനിലൂടെ ദൈവം വെളിപ്പെടുത്തി. മറ്റൊരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവിടെ ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇങ്ങനെയാണ്. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ജഡാവതാരം എടുത്ത് ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത്? ഒന്നാമത്തെ കാരണം, ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി നൽകുവാൻ വേണ്ടി. കർത്താവ് പറയുകയാണ്, ഫിലിപ്പോസിനോട് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക, ഒരു ചോദ്യം ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പറയാം, ദൈവത്തെ എനിക്ക് അറിയണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടുകൊണ്ട് എനിക്ക് അറിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയമായിട്ട് ദൈവവചനത്തിലൂടെ അറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവശാസ്ത്രത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ അറിയാം നമ്മിലുള്ള, അല്ലെങ്കിൽ പ്രകൃതി അത് ദൈവത്തെ വെളിപ്പെടുത്തുന്നു, അതിലേക്ക് ചില ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ അൾട്ടിമേറ്റ് റെവലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം പഠിച്ചു. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അൾട്ടിമേറ്റ് റെവലേഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്യന്തികമായ വെളിപ്പാട്, അത് ഈ അന്ത്യകാലത്ത് ക്രിസ്തുവിലൂടെ, പുത്രനിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി എന്ന് നാം വായിച്ചു. ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞു വന്നത്, ഇപ്പോൾ ദൈവം സ്നേഹവാനാണെന്ന് പറയുന്നു, അത് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം സ്നേഹവാൻ, ശരി. എന്നാൽ ഈ സ്നേഹം എനിക്ക് എവിടെ കാണാം? നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ ഒരുപാട് നിലയിൽ കാണാൻ കഴിയുമെങ്കിലും ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു മനോഹാരിത, അല്ലെങ്കിൽ സ്നേഹം നമുക്ക് ആ സ്വഭാവം കാണണമെങ്കിൽ ഒറ്റ കാര്യങ്ങളോ, നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുക. എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു. നമുക്ക് പകരമായി ഞാൻ ഏൽക്കേണ്ടി എന്ന ശിക്ഷയെ ഏറ്റെടുത്തു. അപ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ കാണണോ എങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്ക്. ദൈവത്തിന്റെ ദയ കാണണോ, ക്രിസ്തുവിലേക്ക് നോക്ക്. അപ്പോൾ പിതാവായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. ഈ വാക്യമൊക്കെ നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള വാക്യങ്ങളാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം. അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. ചിലപ്പോഴൊക്കെ ആരാധനാ യോഗത്തിലും ഒക്കെ കർത്താവിനെ മഹത്വീകരിക്കുന്ന സമയത്ത് ചിലരൊക്കെ പറയുന്നത് ഞാൻ സ്ഥിരം കേൾക്കുന്ന, മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അതിലൊന്നാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം. അവിടെ ഇങ്ങനെ വായിക്കാറുണ്ട്, അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലവും അവന്റെ കൈ കൊണ്ട് അവൻ കരങ്ങളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങൾ 7 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ സകലത്തെയും സൃഷ്ടിച്ചു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും എന്ന്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ എക്സാക്ട് റെപ്രസെന്റേഷൻ. എന്താ വെച്ചാൽ മുദ്ര എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് അത്രയും കിട്ടിയല്ല മുദ്ര എന്ന് പറയുമ്പോൾ. എന്നാൽ ഇങ്ങനെയാണ്, ഈ സീലുണ്ടല്ലോ, സീല്. നാം ഈ ഓരോ സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ ഓരോ സീലുണ്ട്.
അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ സ്റ്റാമ്പയിലും പോസ്റ്റ് ഓഫീസിലൊക്കെ സീലടിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ എഴുതിയ സീല്, ആ സീല് കുത്തും. അപ്പോൾ എന്താണോ ആ സീലിനകത്തുള്ളത്, ആ മഷീൽ അവിടെ എന്താണോ അടിച്ചു വെച്ചിരിക്കുന്നത്, സീൽ അടിച്ചു കഴിയുമ്പോൾ അതാണ് കാണുന്നത്. ഇതാ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു തത്വത്തിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ ദൈവം എന്താണോ അതാണ് യേശുക്രിസ്തു, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുകയാണ് തത്വത്തിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ. ഈ സീലിനകത്ത് എന്താണോ ഉള്ളത് അത് ഒരു സീൽ അടിക്കുമ്പോൾ അത് പ്രദർശിക്കപ്പെടുന്നത് പോലെ തന്നെ ദൈവം എന്താണോ അത് യേശുക്രിസ്തുവിൽ പ്രദർശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ തെളിയിച്ചു, വെളിപ്പെടുത്തി നൽകി. അതാണ് ഒന്നാമതായിട്ട് നാം ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ കാരണം എന്തുകൊണ്ട് ദൈവം യേശുക്രിസ്തു ജഡാവതാരം എടുത്തു, ദൈവത്തെ വെളിപ്പെടുത്തുക. രണ്ടാമത്തെ കാരണം, ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃക കാണിച്ചു തരുക. നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃക കാണിച്ചു തരുക. നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ഒരുത്തൻ പോലുമില്ല. ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്ന് കാണിച്ചു തരുവാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യനില്ല, ഇന്നുമില്ല കേട്ടോ. ഇന്ന് നാം ആരെയെങ്കിലും പൂർണ്ണമായിട്ട് ഒരു മാതൃകയാക്കാൻ നോക്കിയാൽ പരാജയപ്പെട്ടു. ഞാൻ കഴിഞ്ഞ തവണ ഫിലിപ്പിയ ലേഖനം നാം ചിന്തിച്ചപ്പോൾ ആ പുസ്തക പഠനത്തിൽ ഒരു ഉദാഹരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് അന്നത്തെ ക്ലാസ്സിന് ഇല്ലാത്ത ചില പ്രിയപ്പെട്ടവർ ഇന്നുള്ളത് കൊണ്ട് ആ ഉദാഹരണം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. കേട്ടവര് പരിഭവിക്കരുത്, ഒന്നുകൂടെ ഒന്ന് കേൾക്കുന്നതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ, എനിക്ക് തന്നെ ആവർത്തനം പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ രണ്ട് മനുഷ്യർ ഒന്നിച്ചിരിക്കുക. ഒരു മനുഷ്യൻ മറ്റേ ആളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹോദരൻ എത്ര സൗമ്യതയുള്ളവനാണ്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, താങ്ക് യു ബ്രദറെ, താങ്ക് യു എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഈ സഹോദരൻ തൊട്ടടുത്തിരിക്കുന്ന സഹോദരന്റെ ഈ സൗമ്യമായ സ്വഭാവം, ഈ നല്ല സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ കൂടെ ഇരിക്കുന്ന സഹോദരൻ വീണ്ടും പറഞ്ഞു, ശരി സഹോദര, താങ്ക് യു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ വണ്ടിയിൽ ഒരു വാഹനത്തിലേക്ക് ഒന്നിച്ചു കയറി. ആ വാഹനത്തിലോട് കയറി കാറിന്റെ പിൻസീറ്റ് രണ്ടുപേരും ഒരുമിച്ചിരുന്നപ്പോൾ ഈ കൂടെ ഇരിക്കുന്ന ബ്രദറിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ എന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല സ്വഭാവമാണ്. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, ഓക്കെ, ഇത്തിരി താല്പര്യമില്ലാത്ത നിലയിൽ പറഞ്ഞു, ബ്രദറെ താങ്ക് യു. ഇവരോ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു യോഗത്തിന് വേണ്ടി ചെല്ലുകയാണ്. ഇവർ ഒരു മീറ്റിംഗ് നടക്കുന്നിടത്തോട്ട് ചെന്ന് കാറിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും പറഞ്ഞു, ബ്രദറിന്റെ ഈ സ്വഭാവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോഴോ ഒന്നും മറുപടി പറഞ്ഞില്ല. ഒന്നിച്ചവര് കയറി, സഭാകളിൽ കയറി, അകത്ത് കയറി ഇരുന്നു, അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്നു. വീണ്ടും ഈ സഹോദരൻ ചെവി പറഞ്ഞു, സഹോദരൻ ഈ സ്വഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം തിരിച്ച് ചെവിയിലൊന്നുമല്ല, ഉറക്കെ പറഞ്ഞു, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് തന്നെ, ഈ കേൾക്കുന്ന ആൾക്ക് തന്നെ ആ മനുഷ്യന് തോന്നിപ്പോ ഇയാൾ എന്നെ കളിയാക്കുക. കാരണം ഞാൻ അത്ര സൗമ്യമൊന്നും അല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്ത് മാതൃകയാക്കുവാൻ പറ്റുന്ന, പൂർണ്ണമായും ഒരു മനുഷ്യനെ മാതൃകയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിശ്ചയമായും നാം ഓരോരുത്തരും തകർന്നു പോകും. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന്, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയുമെന്ന് നമുക്ക് വെളിപ്പെടുത്തി നൽകിയത് അത് നമ്മുടെ ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ഞാൻ മുമ്പോട്ട് വരട്ടെ, ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കർത്താവിന്റെ സ്നാനത്തിങ്കൽ പറയുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ഇങ്ങനെ വന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഐ ആം വെൽ പ്ലീസ്ഡ് ഇൻ ഹിം. ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തുവിനെ നോക്കി പിതാവായ ദൈവം പറയുമ്പോൾ എങ്ങനെയാ യേശുക്രിസ്തു പ്രസാദിപ്പിച്ചത് എന്ന് നമുക്ക് ഈ ക്രിസ്തുവിനെ കണ്ടേ പഠിക്കുവാൻ കഴിയുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് പറയുന്നതാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ കർത്താവ് പറയുക, എന്നോട് പഠിപ്പിൻ. നമ്മോട് ഇന്നും കർത്താവ് പറയുന്നത് നമുക്കൊരു മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവങ്കിൽ നിന്ന് നാം ഇന്ന് പഠിക്കുകയാണ്. കർത്താവിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. 1 പത്രോസ്
2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, അവനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ, നമ്മ അവിടെ വായിക്കുന്നത്, കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. 1 പത്രോസ് 2:21. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്നത് നമുക്കൊരു മാതൃക വയ്ക്കുവാൻ വേണ്ടിയാണ്. അതാണ് രണ്ടാമത്തേത്. വീണ്ടും മറ്റൊരു വാക്യം 1 യോഹന്നാൻ 2:9 നാം അവിടെ വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടത് ആകും. ഇനി 3-ാമത്തെ കാരണം, ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരികയാണ്, ഇത് ലളിതമാണ്, അത് നിങ്ങൾക്ക് സ്ക്രീനിലും കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നത്. ഓക്കെ, 3-ാമത്തേത്, എന്തുകൊണ്ട് കർത്താവ് ജഡാവതാരം എടുത്തു? 3, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ. പാപത്തിന്റെ അധീനതയിൽ കിടന്നിരുന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി തീർന്നു. സങ്കീർത്തനങ്ങൾ 49 നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്, ഒരു നാളും സാധിക്കുകയില്ല. അപ്പോൾ മനസ്സിലായ? അപ്പോൾ ഒരു മനുഷ്യന് പാപപരിഹാരം നേടുക എന്ന് പറയുന്നത്, ഒരു വീണ്ടെടുപ്പ് അവന് സ്വയമായിട്ട് അസാധ്യമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും ഒരുവനെ വീണ്ടെടുക്കപ്പെടുവാൻ കഴിയുകയില്ല. അതിന് സങ്കീർത്തനത്തിൽ അങ്ങനെ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന് 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു എന്തിനാ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത്? പാപപരിഹാരം വരുത്തുവാൻ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന് 26-ാമത്തെ വാക്യം, പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നതിന്റെ 3-ാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ. മറ്റൊരു വാക്യം മർക്കോസ് 10-ാം അധ്യായം 45-ാമത്തെ വാക്യം, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാന് നമ്മുടെ കർത്താവ് വന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് വന്നു. 1 യോഹന്നാൻ 3:5 പറയുന്നു, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന 3-ാമത്തെ കാരണം, നമ്മുടെ കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പ്രത്യക്ഷനായി. നമുക്ക് മുന്നോട്ട് പോകാം. 4-ാമത്തെ കാരണം, എന്തിന് നമ്മുടെ കർത്താവ് ജഡാവതാരം എടുത്തു? 4-ാമത്തെ കാരണം, പ്രവചന നിവൃത്തിക്കായിട്ട്. പ്രവചന അല്ലെങ്കിൽ വാഗ്ദത്ത ദൈവവചന നിവൃത്തിക്കായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുത്തു. ചില വാക്യങ്ങൾ വേഗത്തിൽ കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇതാണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ ആദ്യമായി യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നൽകിയിരിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത്. ഇതിനെ വിളിച്ചിരിക്കുന്നത് പ്രോട്ടോ ഇവാങ്കലിയോൺ എന്നാണ് ഈ വാക്യത്തിനെ വിളിക്കുന്ന പേര്. അതിന്റെ അർത്ഥം ഫസ്റ്റ് ഗുഡ് ന്യൂസ്, ആദ്യത്തെ സുവിശേഷം എന്ന് വെച്ചാൽ ആദ്യത്തെ നല്ല വാർത്ത എന്നാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആ വായിക്കുന്ന വാക്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇതാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന്റെ നിവൃത്തി സംഭവിക്കുകയാണ്. അതിനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. ഈ പേരുകളെ കുറിച്ചൊക്കെ നാം മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ വാക്യത്തിന്റെ നിവൃത്തി സംഭവിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവചന നിവൃത്തിയായി കടന്നു വന്നു. യെശയ്യാവ് 7:14, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 അവിടെ നാം വായിക്കുന്നു, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച്, എങ്ങനെയായിരിക്കും ആ ജനനമെന്ന്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കർത്താവിന് വരവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ജഡാവതാരം എന്ന് പറയുന്നത്
ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത് പ്രവചന നിവൃത്തിക്കായിട്ടാണ്. ഓക്കെ, അഞ്ചാമത്തെ കാരണം എന്തിന് ദൈവം മനുഷ്യനായി? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ ആകും. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. എന്നിട്ട് പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമുക്കറിയാം, മനുഷ്യരെല്ലാവരും പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുകയാണ്, അവന്റെ നിയന്ത്രണത്തിൽ കിടക്കുകയാണ്. എന്നാൽ അവന്റെ പ്രവൃത്തികളെ, ഇന്നും അവന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ അതിനെ അടിക്കുവാൻ വേണ്ടി, അതിനെ തകർക്കുവാൻ വേണ്ടി ആര് പ്രത്യക്ഷനായി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. അപ്പോൾ അതാണ് അഞ്ചാമത്, എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി, യേശു ക്രിസ്തു മനുഷ്യനായി കടന്നു വന്നു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ആറാമതായി, ഒരു മഹാപുരോഹിതനാകുവാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഇറങ്ങി വന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ നമുക്ക് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞ് കരുണ ലഭിക്കാനും കൃപ പ്രാപിപ്പാനുമായി. അപ്പോൾ ആറാമതായിട്ട് ദൈവം എന്തിനു മനുഷ്യനായി ഇറങ്ങി വന്നു? നമുക്ക് നല്ല മഹാപുരോഹിതനാകുവാൻ. അർത്ഥാൽ ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ഇടവി നിൽക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്നവൻ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിന് കാരണം, ആ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് വായിക്കുന്നത് ഇങ്ങനെയാ, നാം പരീക്ഷിക്കപ്പെട്ടതുപോലെയൊക്കെ, അല്ലെങ്കിൽ നാം എങ്ങനെയാണോ ആയിരിക്കുന്നത് അതുപോലെ പാപമൊഴികെ അതുപോലെ ആയി തീർന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമുക്ക് നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നത്. ഞാൻ ഇന്നൊന്ന് വീണുപോയാൽ, ഇന്ന് ഞാനൊരു പരീക്ഷയിൽ അകപ്പെട്ടാൽ, ഞാൻ ഇന്ന് ഏതെങ്കിലും പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ അവസ്ഥ എന്തെന്ന് ശരിയായി മനസ്സിലാക്കുവാൻ കഴിയും, എന്റെ വിഷമതകൾ എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന, എന്റെ ബലഹീനത എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അത് സാധ്യമായത് നമ്മുടെ കർത്താവ് മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചത് കൊണ്ട്. അതാണ് ആറാമതായിട്ട്. വേഗത്തിൽ വരട്ടെ. ഏഴാമതായിട്ട് മറ്റൊരു വാക്യം എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യമാണ് മഹാപുരോഹിതനോടുള്ള ബന്ധത്തിൽ. അവിടെ അത് തന്നെയാണ് വായിക്കുന്നത്, നമുക്കൊരു മഹാപുരോഹിതനാകുവാൻ വേണ്ടി അവൻ നമ്മോട് സദൃശരായി. ഓക്കെ, ഇനി വരാം ഏഴാമത്തെ, ഒടുവിലത്തെ കാരണം. ഇനിയും അനേക കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഏഴാമത്തെ കാരണം, കർത്താവിന്റെ 2-ാം വരവിനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുവാൻ വേണ്ടി. 2-ാം വരവ് എന്ന് പറയുമ്പോൾ കർത്താവ് തന്റെ മണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ വേണ്ടി മടങ്ങി വരുവാൻ പോവുകയാണ്. ഈ മണവാട്ടിയായി തീരുവാൻ വേണ്ടി, അല്ലെങ്കിൽ സഭയായി തീരുവാൻ, ദൈവമക്കളായി തീരുവാൻ വേണ്ടി നാം ഓരോരുത്തരും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട്, ദൈവമക്കളായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, നമ്മെ ഓരോരുത്തരെയും അതിനായിട്ട് ആ സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി, നമ്മെ ഓരോരുത്തരെയും ഒരുക്കുവാൻ വേണ്ടി കർത്താവ് വന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2-ാമത് പ്രത്യക്ഷനാകും. അപ്പൊ ഇവിടെ നാം വായിക്കുന്നത്, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ കൊണ്ടുപോകുവാൻ വേണ്ടി കർത്താവ് 2-ാമത് കടന്നു വരും. അത് സഭയെ ചേർക്കുവാൻ വേണ്ടി കടന്നു വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മെ ചേർക്കുവാൻ വരണമെങ്കിൽ എന്ത് വേണം? കർത്താവ് അതിന് മുമ്പ് ഒന്ന് വരണം. കർത്താവ് നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ഈ ജഡാവതാരം എടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് പകരമായി ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് വന്ന് നമുക്ക് വേണ്ടി മരിച്ച് പാപപരിഹാരം വരുത്തിയത് കൊണ്ട് നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ഇനി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നത് കൊണ്ട് നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നാം അവിടെ വായിക്കുന്നു 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനോട് അല്ലെങ്കിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നാം ജീവിക്കണം. അവൻ വിശുദ്ധനാകൊണ്ട് കർത്താവിനെ പോലെ നാം ജീവിക്കണം. അനുദിനവും വിശുദ്ധിയിൽ നാം തികഞ്ഞു വരണം എന്ന് നാം വായിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഇനി വരുവാൻ പോകുന്ന വരവിൽ നമ്മെ ഓരോരുത്തരെയും ചേർക്കേണ്ടതിന് ഒരു ജഡാവതാരം എടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഞാൻ എന്റെ ഈ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ അറിയാവുന്ന ചില കാര്യങ്ങളാണല്ലോ നാം കണ്ടത്. ഒന്ന് നാം കണ്ടു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം, ക്രിസ്തു, മിശിഹ എന്നീ 2 വാക്കുകൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നാം കണ്ടു. ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം, അതെന്താണെന്ന് നാം കണ്ടു. ഇൻകാർണേഷൻ, ഇൻകാർണൽ എന്ന് വെച്ചാൽ ജഡമെടുക്കുക എന്നതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്തിന് യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നു? 7 കാരണങ്ങൾ നാം കണ്ടു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ 7 കാര്യങ്ങളിലൂടെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. ഇതൊക്കെ നാം ഇന്ന് പഠിക്കുന്നതിന്റെ കാരണം, ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ആയിരിക്കുന്നത് ഈ യേശു ക്രിസ്തുവിനെ നാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട്. നമ്മുടെ കർത്താവ് നമ്മിപ്പോൾ കണ്ടതുപോലെ നാം ഒരു വലിയ പ്രത്യാശയിലാണ് നാം ആയിരിക്കുന്നത്. എന്തിനായിരിക്കുന്നത്? നമ്മുടെ കർത്താവ് ഒരിക്കൽ വന്നു, നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ചു, മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് മരിച്ചു. അതുകൊണ്ട് ഇനി നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ്. അത് നമ്മെ ഓരോരുത്തരെയും ചേർക്കുവാൻ വേണ്ടിയാണ്. ആ പ്രത്യാശയെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ 7 കാര്യങ്ങൾ നാം വാക്യങ്ങളൊക്കെ വെച്ച് വേഗത്തിൽ ഒന്ന് കണ്ടു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ നാം ഇപ്പോൾ കേട്ടതുപോലെ നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വന്നേക്കാം. അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഇനി കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമ്മിപ്പോൾ കണ്ടതുപോലെ ഒരു മാതൃക നമുക്ക് കർത്താവ് വെച്ചിട്ട് പോയിട്ടുണ്ട്. അത് കർത്താവിന്റെ മാതൃകയാണ്. ആ മാതൃകയെ പിൻപറ്റുവാൻ, ആ കർത്താവിനെ പോലെ നമ്മെ നോക്കുന്നവർ നമ്മെ നോക്കിയിട്ട് പറയണം, ഇതേ ഒരു കർത്താവ് അല്ലെങ്കിൽ ഒരു യേശുവിനെ നമ്മിലൂടെ ഒന്ന് കാണിക്കുവാൻ. അതാണ് ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള ആഗ്രഹം. നാം ഈ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്രം ഒക്കെ പഠിക്കുന്നത് നമ്മുടെ കുറെ ഹെഡ് നോളജ് നിറയ്ക്കുവാൻ വേണ്ടി, തലയ്ക്കകത്ത് കുറെ കാര്യങ്ങൾ കയറ്റി വെക്കുവാൻ വേണ്ടിയല്ല. നമ്മിപ്പോൾ കണ്ടതുപോലെ ഓരോന്നിലും അതിൽ പ്രായോഗികതയുണ്ട്. ഈ കാര്യങ്ങൾ, ക്രിസ്റ്റോളജി ഉപദേശ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നു, വളരെ നല്ലതാണ്. എന്തിനു വേണ്ടിയാ? എന്തിനാ? ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ, ഇതൊരു ട്രെയിൻ പാളവും പോലെ. എന്തിനാണ് ട്രെയിൻ പാളം? ട്രെയിൻ അതിലൂടെ ഓടുവാൻ വേണ്ടി. അതുപോലെ തന്നെ ഉപദേശം എന്ന് പറയുന്നത് ഈ ട്രെയിൻ പാളം പോലെ. പക്ഷെ ജീവിതം അതിലൂടെ ഓടുന്നില്ലെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുണ്ടാക്കി ഇടാവുന്നേ ഉള്ളൂ, വലിയ പ്രയോജനമില്ല. അപ്പൊ നമ്മുടെ ജീവിതം, നാം ഈ പഠിക്കുന്ന ഉപദേശ വിഷയങ്ങൾ അല്ലെങ്കിൽ ഉപദേശ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, ഇതിലൂടെ നാം സഞ്ചരിക്കണം. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉപദേശം, അല്ലെങ്കിൽ നാം എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിങ്ങളിലൊക്കെ ചില ഒരു കൂട്ടം IS ആളുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഇവര് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ബാക്കിയുള്ള ക്രിസ്ത്യാനികളെ കൊന്നു കളഞ്ഞാൽ ഇവർ സ്വർഗത്തിൽ പോകും. ഇങ്ങനെ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ഇവർ മറ്റുള്ളവരെ നിഷ്ഠൂരം കൊന്നു കളയാൻ തയ്യാറാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം എന്ന നിലയിലാണ്. നാം ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാ? ഇതൊക്കെ നാം പഠിക്കുന്നത് ഇതിലൂടെ നമ്മുടെ ജീവിതം ഒഴുകുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജഡാവതാരം ധരിച്ചു വന്നത്, മനുഷ്യനായി ഇറങ്ങി വന്നത് നമുക്കൊരു മാതൃക കാണിച്ച് നൽകുവാൻ വേണ്ടിയാണ്. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി നൽകുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇതിന്റെ നോട്ട് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നാളെ രാവിലെ വാട്സപ്പിൽ ഇടുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓ ടു സുബിച്ചാൻ.